ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ, വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, നമുക്കും സുഖമാണ് കേട്ടോ. കണ്ടങ്ങൾ നമുക്കിന്ന് കുറച്ച് വിരുന്നാരുണ്ട്. ആരൊക്കെയാ അപ്പോൾ ഇത്? ബാപ്പുണ്ട്, ഇമ്മുണ്ട്, കുട്ടികളുണ്ട്, വല്യപ്പയും വല്യമ്മയും എല്ലാവരും ഉണ്ട്. കുടുംബസമേതം ഇങ്ങോട്ട് വിരുന്നെന്നാണ് നമ്മളോടൊക്കെ കണ്ടില്ലേ, ഇഷ്ടം പോലെ വിരുന്ന് വരികയാണെങ്കിൽ ഓരൊക്കെ ഒന്നിച്ചേ വരുള്ളൂ കേട്ടോ. ഒക്കെ പാടെ ഒന്നിച്ചാണ് വരും. വന്ന് കഴിഞ്ഞാൽ ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു കറുത്ത മരം ഉണ്ട്, അത് മുഴുവനൂനും ഒരു വജ്ജാക്കും. നമ്മൾ തക്കാളി ഉണ്ട്, അതൊരു വജ്ജാക്കും. പടച്ചോനെ ഒച്ചയും പൂളിയും കേട്ട് നമ്മൾ വണ്ടി പുറത്തിറങ്ങി നോക്കി, നമ്മളെ നേരെ 4 ഊത്താണ്ട് പോതി നമ്മൾ വണ്ടി ഔത്തുക്കിട്ടാ. പെണ്ണുങ്ങൾ ആട്ടാൻ ചെന്നാൽ പോലിക്ക് യാതൊരു പേടി ഉണ്ടാവില്ല. അപ്പം നമ്മളെ മൂത്തക്ക് നോക്കി കണ്ട് എന്തൊക്കെയോ കോപ്രായത്തരം കാട്ടുമല്ലോ, വിളിച്ചാട്ടിയേ എന്തൊക്കെയോ കാട്ടും. നമ്മളപ്പോൾ ഇതിന് പേടിച്ച് ഔത്തൊക്കെ മണ്ടിട്ടോ. പിന്നെ കുറേ കല്ലെടുത്തു ഇതൊക്കെ ആടുമ്പോൾ അങ്ങനെ പോകും. വരുമ്പോൾ ഒരു കൂട്ടത്തോടെ വരിക. എന്നിട്ട് പിന്നെ നമ്മൾ ഒന്ന് ഉച്ചക്കേ വരുള്ളൂ, ചിലപ്പോൾ നേരം വെളുക്കുമ്പോഴും വരും. അപ്പം കണ്ടിട്ടില്ല ചെങ്കിണ്ടല്ലോ ഓല് നമ്മളവിടെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് മുഴുവനും വജ്ജാക്കിയിട്ടേ ഓല് അന്ന് പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ എന്താട്ടി കുറേ ആട്ടിയൊക്കെ നോക്കിയാൽ അപ്പോൾ ഇതിന് അയൽവക്കത്തിലൊരു കാക്ക വന്ന് കണ്ടൊക്കെ ഒച്ചമൂളിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഏതായാലും മേലൊക്കെ അങ്ങനെയാണ് വാങ്ങി പോയിട്ടോ. ഇനിയും വരും, അങ്ങനെയാണ് ഓല്. അങ്ങനെ ഏതായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നോക്കല്ലേ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ വീഡിയോ കാണുങ്ങൾ റെഡിയല്ലേ? അപ്പം നമ്മളെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടോക്കട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നമ്മളെല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ തുടർന്നും നിങ്ങളൊക്കെ സപ്പോർട്ടും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ചായക്ക് കടി ഉണ്ടാക്കുന്നത് ഞാൻ നൂൽപുട്ടാണ് കേട്ടോ. അപ്പോൾ നൂൽപുട്ടിന് ഇതാക്കണേ ഞാൻ നൂൽപുട്ടിനല്ല ചായക്ക് വെള്ളം വെച്ചിക്കണേ. അപ്പോൾ ആ ചായൻ്റെ വെള്ളം തിളക്കുമ്പോൾ നമുക്ക് നൂൽപുട്ട് കൂടെ എടുക്കുക. അതാണിപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കണത് കേട്ടോ. ഇനിയിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ നൂൽപുട്ടിന് മുമ്പാടെ വേറെ വെള്ളം വെക്കണ്ടേ. അപ്പോൾ അതിനാണ് മുക്കിയാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ മുട്ടയാണ് കേട്ടോ. മുട്ട ഞാൻ കുക്കറിൽ ഇട്ടുകണം കേട്ടോ. അപ്പോൾ 3 എണ്ണം ഉള്ളൂ കേട്ടോ, 3 മുട്ടയുള്ളൂ. ഇനി അപ്പോൾ ആ 3 കൊണ്ട് പുഴുങ്ങി എടുത്തേക്കാണ്ട് അതുകൊണ്ട് ചാറക്കാന്നാണ് വിചാരിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെല്ലുള്ളി എടുത്ത് വെച്ചിരിക്കണം. അപ്പോൾ ഇതാക്കണേ നമ്മളെ ചായക്കൊക്കെ വെള്ളം വെച്ചതൊക്കെ തിളച്ച് വന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ നൂൽപുട്ടിക്ക് കുഴക്കാനും വേണ്ടി നല്ല തിളച്ച വെള്ളം തന്നെ ഞാൻ പറഞ്ഞിരിക്കണത്. തിളച്ച വെള്ളം പാരാതെ കുഴച്ചാണ്ടല്ലോ ഇഞ്ച നൂൽപുട്ട് നന്നാവില്ല കേട്ടോ. അപ്പം ഞാൻ എന്താട്ടി കുറച്ചും കൂടി വെള്ളം മുക്കി ഇനി മാണെന്ന് വെച്ചെങ്കിൽ പിന്നെയും പാരാലോ വിചാരിച്ചിട്ട്. മാണ്ടെങ്കിൽ നമുക്ക് ആ ചായക്ക് തന്നെ പാരും ചെയ്യാലോ. അപ്പോൾ ഇല്ലെങ്കിൽ പിന്നെയും വേണ്ട, നമ്മൾ പിന്നെയും കുറച്ച് വെള്ളം ചൂടാക്കുക. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഏതായാലും കുറച്ച് ചായപ്പൊടിയും പഞ്ചാരിയും ഒക്കെ ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താട്ടാ അതൊന്ന് തിളച്ച് നമ്മളെ ചായപ്പൊടിയും ഇതൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ, അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്താട്ടണം, നമ്മളെ മുട്ട ഉണ്ടല്ലോ അതൊന്ന് അടുപ്പത്ത് കച്ചു കൊടുക്കട്ടോ. അപ്പോൾ അത് അവിടെ കടന്ന് കൂക്കിക്കോളും. അപ്പോൾ ഇതൊന്ന് ആദ്യം ഒന്ന് ഇളക്കി വെക്കുക. നമുക്ക് നമ്മളെ നൂൽപുട്ടിന് പാർന്നിക്കണമല്ലോ വെള്ളം. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി വെക്കണം. അപ്പോൾ ചായൻ്റെ വെള്ളം തിളച്ചപ്പോൾ ഞാനത് അപ്പുറത്ത് അടുപ്പൊക്കെ മാറ്റിയിട്ട് നമ്മളെ മുട്ട ഉണ്ടല്ലോ അത് അടുപ്പത്തേക്ക് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ചായയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നാറ്റി കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചായ സെറ്റായി. ഇനി നമുക്ക് എന്താട്ടണം, നമ്മളെ നൂൽപുട്ടിന് മാവുണ്ടല്ലോ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ചൂടൊന്ന് ആറി കിട്ടണം. പിന്നെ ലേശം കൂടി വെള്ളം ഞാൻ പറഞ്ഞേക്കണം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പം വെള്ളം മാണ്ടി വരും. അപ്പോൾ പിന്നെയും വെള്ളം വെക്കണ്ടേ. അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തേക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ നൂൽപുട്ടിൻ്റെ പാത്രം ഉണ്ടല്ലോ അതിക്ക് കുറച്ച് ഓയിലിങ്ങനെ ഓരോ തുള്ളി അങ്ങനെ ഉറ്റിച്ച് കൊടുത്തേക്കണം കേട്ടോ. നല്ലോണം കജ്ജുകൊണ്ടൊന്ന് തേച്ച് കൊടുക്കുക. ഈ ഒരൊറ്റ തുള്ളി മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് ഈ നൂൽപുട്ട് പീച്ച് കജ്ജോളം അത് മതി. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഓയിലോ ഒന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരൊറ്റ വട്ടം തേച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാനിതാക്കണേ നമ്മളെ നൂൽപുട്ടിൻ്റെ അച്ഛനക്ക് ഇട്ട് കൊടുത്തേക്കണേ. അപ്പം കുറച്ച് വെള്ളം കമ്മി ഉണ്ടായതുകൊണ്ട് തന്നെ പീച്ചാൻ ഭയങ്കര ഗതിയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ പീച്ചണേ കാണുമ്പോൾ തന്നെ. അപ്പോൾ ഭയങ്കര ടൈറ്റ് ആയിക്കൊണ്ടാണ് മാവ്. അപ്പോൾ ഞാൻ എന്താട്ടി ഈ ഒരു നട നമുക്ക് കണ്ട് ഇതേമാതിരി തന്നെ ഉണ്ട് പീച്ച. ഇനി ചൂടാല്ലേ ഇതുണ്ടല്ലോ മറ്റേ നട നമുക്ക് ഇനി വെള്ളം ഒക്കെ പാർന്നൊന്ന് കുഴച്ച് സെറ്റാക്കണം. അപ്പോൾ ഇത് ഭയങ്കര ഉറപ്പുണ്ട് കേട്ടോ പീച്ചാൻ. അപ്പോൾ ഇങ്ങനെ ഉറപ്പുണ്ടായി എന്താണെന്നറിയാം, ഇപ്പോൾ നമ്മളെ നൂൽപുട്ടിൻ്റെ അച്ചുണ്ടല്ലോ അതിൻ്റെ അടിയത്തെ സാധനമാണ് പൊട്ടിപ്പോരും ടൈറ്റില്ല മാവാകുമ്പോഴേ.
അതാണ് പൊട്ടും. അപ്പോൾ അങ്ങനെ ഇഞ്ച് 2 പൊട്ടിക്കണം കേട്ടോ. 1 ഇഞ്ചോ പൊട്ടിച്ചിക്കണ്, ഒന്ന് ഞാൻ താത്താൻ്റെ ഉടനീനി താത്താൻ്റെ പൊട്ടിച്ചിക്കണം കേട്ടോ. അങ്ങനെ പീച്ചിക്കാണ്ട് പിന്നെ അങ്ങനെ ഇതാക്കണ്. അപ്പച്ച് നല്ല ഓർമ്മയാണ്. അപ്പോൾ ഞാൻ എന്താട്ടിന്നേരോ ഇതങ്ങനെ പീച്ച് അത് വെച്ചിക്കണേ. ഇനി ബാക്കിയുള്ള മാവ് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഉണ്ടല്ലോ, ചൂടുവെള്ളം, അപ്പോൾ അതൊന്ന് കുറച്ചും കൂടിയൊക്കെ പാർന്നിട്ട് ഒന്ന് ഞാൻ കജ്ജുകൊണ്ട് തന്നെ ഒന്നുകൂടി നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത് മയപ്പെടുത്തിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ അത് കുറച്ച് പീച്ചാൻ ഇടങ്ങേറുണ്ടെങ്കിലും നൂൽപുട്ട് നല്ല അടിപൊളി നൂൽപുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ ചട്ടിയൊക്കെ പിടിച്ചിട്ട് ആ ഇക്കറില്ലേ, ആ ഇക്കറ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ നമ്മളെ നൂൽപുട്ടിൻ്റെ അച്ച് എടുക്കൽ. അത് ഇഡലി ചൂടാണെങ്കിലും ഞാൻ ഈ ഇക്കറ് വെച്ച് കണ്ട് തന്നെയാണ് കേട്ടോ നമ്മളെ ഇഡലി എടുക്കൽ കേട്ടോ. അല്ലെങ്കിൽ പൊള്ളും, അതിൻ്റെ ആവി ഉണ്ടല്ലോ, നല്ല ചൂടുള്ള വെള്ളം ഇങ്ങനെ ആവി ഇങ്ങനെ കജ്ജുമ്മ കട്ടും. ഇനിയും കജ്ജ് പൊള്ളിച്ചാനാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പാത്രം ഞാനൊന്ന് മൂടി വെക്കും, കാരണം ആ വെള്ളം ഒന്ന് ചൂടാറാതെക്കാനും വേണ്ടി. ഇനി നൂൽപുട്ടൊക്കെ കണ്ടില്ല നല്ല ഉസാറായിട്ട് പോരുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് അങ്ങനെ പീച്ചെടുക്കാം കേട്ടോ. ഇനിക്ക് ഞാൻ ഓയിലൊന്നും തേച്ച് കൊടുക്കണില്ല, അതന്നെ മതി. ബാക്കിയുള്ളതും അതേപോലെ തന്നെ ഞാൻ പീച്ചെടുത്തുക്കണേ. അങ്ങനെ ഇതാക്കണേ നൂൽപുട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ മുട്ട ഇതാക്കണം, നല്ലോണം ബന്ധിക്കണേ, പൊട്ടി നിൽക്കണുണ്ടല്ലോ ഞങ്ങൾ. അതുകൊണ്ട് എന്താണെന്ന് അറിയാം, ആദ്യം കുറച്ച് നല്ലോണം തിജ്ജ് കൂട്ടിയേക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് തിജ്ജാണ് കുറച്ചേക്കുക, പിന്നെ ഒന്ന് ഇങ്ങനെ തിളഞ്ഞിങ്ങനെ വരുമ്പോൾ പിന്നെ കൂട്ടി കൊടുത്താൽ പിന്നെ ഒരൊറ്റ വിസിൽ, അതോടുകൂടി നമ്മൾ മുട്ട വേകൂട്ടെ. ഒരൊറ്റ വിസിൽ മതി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. ചട്ടിയൊക്കെ ചൂടാക്കി വെളുത്തുള്ളി ഇട്ട്, വെളുത്തുള്ളി കരിഞ്ഞും ചെയ്ത് അങ്ങോട്ടും തിരിയുമ്പോഴത്തിന് കരിയണേ. പിന്നെ വല്ലുള്ളി ഇട്ട് കൊടുത്തിട്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി എടുത്തുക്കണം കേട്ടോ. ഞാൻ ഒന്ന് അതിൽ കടന്നൊന്ന് വേകട്ടെ. അപ്പോൾ അതിന് നമുക്ക് നമ്മളെ മുട്ട ഒന്ന് തോല് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇതാക്കണേ മുട്ട. പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് പിന്നെ ഞാൻ വൈകുന്നേരമൊക്കെ വിചാരിച്ചില്ല ഒരു മുട്ടയും കൂടിയൊക്കെ വാങ്ങണം കേട്ടോ. പിന്നെ അങ്ങനെയാണ് മറന്നത്. അപ്പോൾ ഇനി 3 എണ്ണമെങ്കിൽ 3 എണ്ണം, നമുക്കിപ്പോൾ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല, മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതാക്കണേ ഞാൻ 3 മുട്ടയും പൊട്ടിച്ചല്ല പൊളിച്ചെടുത്തുക്കണേ. അപ്പോൾ അതിന് ഇതാക്കണേ നമ്മളെ ഉള്ളിയും തക്കാളിയും ഇതൊക്കെ ഒന്ന് വാടി വന്നിക്കണം കേട്ടോ. ഇനി നമുക്ക് അതിക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കൊടുക്കാം. ഇങ്ങനത്തെ ചാറൊക്കെ ഉണ്ടല്ലോ, ഒക്കത്തേക്ക് ഒരു മസാല തന്നെ ഈ കാരം. അപ്പോൾ മുട്ട ഇട്ട് കൊടുത്താൽ മുട്ടക്കറി, മീനിട്ട് കൊടുത്താൽ മീൻ കറി, കോഴി ഇട്ട് കൊടുത്താൽ കോഴിക്കറി, ഇറച്ചിട്ട് കൊടുത്താലോ ഇറച്ചിക്കറി. അപ്പോൾ എല്ലാത്തേക്കും ഒരു മസാല ഈ കാരം. സാധനം വേറെ വേറെ ആയൊക്കെ പേര് മാറും. അപ്പോൾ കുറച്ച് മീനുണ്ട്, അത് നന്നാക്കി എടുക്കണം. അത് ചാറക്കാനല്ല കുറച്ച് കൊടുമ്പുളി ചുടുവെള്ളത്തിൽ ഇട്ടച്ചാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നൂൽപുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സനു വന്നിക്കണം കേട്ടോ ചായ അടിച്ചാൻ. അപ്പോൾ ഞാനും വലുതാക്കണം ഒരു മുട്ടി പിന്നെ ഒരു നൂൽപുട്ടും ചാറും ഒക്കെ പറഞ്ഞെടുത്തിക്കണം കേട്ടോ. അപ്പോൾ ആ 3 മുട്ട ഉള്ളൂ ഓൻ കണ്ടിക്കണം കേട്ടോ. അപ്പോൾ ഓൻ പറഞ്ഞു ഉമ്മച്ചിക്ക് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉമ്മച്ചിക്ക് വേണ്ടന്മാർ കുട്ടികൾ തിന്നോളിയേ. അപ്പോൾ ഓൻ എന്നെ നിങ്ങൾക്ക് വേണ്ടാതാക്കാൻ പറ്റൂല എന്നിട്ട് ഓൻ എന്നെ ഒരു കത്തിയൊക്കെ എടുത്ത് ഓൻ തന്നെ ഇതാക്കണേ മുറിച്ച് നമുക്ക് ഒരു കണ്ടം നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ചെങ്ങായി കേൾക്കണ്ടേ, ഓൻ തന്നെ പൊട്ടിച്ചെടുത്ത് തന്നിക്കണേ. അതിൽ ഏതായാലും ഞാനതവിടെ വെച്ചു. എനിക്ക് വേണമെങ്കിൽ എടുത്തമ്മാലുട്ടിയാണ് മാണ്ടം വെച്ച് ചെയ്യാൻ. ഏതായാലും ഞാൻ പിന്നെ അവിടെ വെച്ചു കേട്ടോ. പിന്നെ മീനിക്കില്ല ജീരുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും പാടൊന്ന് ചതച്ചെടുത്തിക്കണം കേട്ടോ, ചാറക്കാനാണ്. അപ്പോൾ കിളിയുണ്ട് മത്തിയുണ്ട്. അപ്പം നമുക്ക് എന്താട്ടാ ആ മീനോട്ടൊന്ന് അങ്ങോട്ട് തുള്ളി വെള്ളത്തിലാണ് വറ്റിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇന്ന് അതൊരു നാമച്ച് കാണ്ടൊക്കെ നമുക്ക് ചോറ് വെച്ചാൽ ഇന്നിപ്പോൾ അതാണ് തൊട്ടാൻ വെക്കാമല്ലോ കേട്ടോ. അത് തൊട്ടാൻ വെച്ച് കണ്ടെന്ന് ചോറ് വെച്ചാൽ ഇനിയിപ്പോൾ ഇന്ന് വേറെ ചാറുണ്ടാക്കാനൊന്നും ആവില്ല. അപ്പം ഇന്ന് നമ്മളെ കുട്ടികളൊന്നുമില്ല കേട്ടോ മീൻ നന്നാക്കാൻ. ഈ നേരം വെളുക്കുമ്പോൾ തന്നെ ആയതുകൊണ്ട് ഓലൊക്കെ എങ്ങോട്ടേ പോയതാവാം. ഒറ്റ കുട്ടികൾ ഇന്ന് കാണാമല്ലോ കേട്ടോ. അതോടെ വെച്ച് വല്ലാത്തൊരു പൊറുതിയുണ്ടേനി കേട്ടോ കുട്ടികളെ കാണാനായിട്ട്. തള്ളി നൊണച്ചിയാണ് കുട്ടികളും നൊണച്ചിയാണ്. അപ്പോൾ നോലൊന്നും കാണാനില്ല. അപ്പോൾ ഞാനെന്താട്ടി മീനൊക്കെ നന്നാക്കി കുറേ വിളിച്ചൊക്കെ ചെയ്ത് എവിടെ ആയിട്ടും ഓല മഷിയിട്ട് തരഞ്ഞിട്ടും കാണാമല്ലോ കേട്ടോ. ഞാനെന്താട്ടി അതിൻ്റെ ഏളയും പുഗ്ഗൊക്കെ ഞാനൊരു പാത്രത്തിലിട്ട് കണ്ട് അവിടെ വെച്ചു. ഒരു വന്നുമ്പോൾ കൊടുക്കാതെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ഇങ്ങനെ വന്ന് കയറണം കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് അങ്ങോട്ട് ഒരിക്കൽ വെച്ച് കൊടുത്തും ചെയ്ത് ഒരു തിന്നും ചെയ്ത്. നമ്മൾ മീൻ നന്നാക്കി ഒരിക്കല്ല പിന്നെ ആർക്കും നമ്മൾ കൊടുക്കല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിജ്ജ് ഒന്ന് പിടിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചോറ്റിന് വെള്ളം വെക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ തിജ്ജൊക്കെ പിടിപ്പിച്ച് ചോറ്റിനൊക്കെ വെള്ളം വെച്ച്. അപ്പം എന്താ കുട്ടിക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അതിനാണ് നേരത്തെ കാലത്തെ ചോറ് വെക്കണത്. പിന്നെ സനുക്കുട്ടന് പഞ്ചിനുണ്ട്, ഓൻ ആസ്പത്രിയിലേക്കും കൊണ്ടുപോകണം. അപ്പോൾ ഇതിന് എല്ലാ പണിയും നമുക്ക് ഇടിപിടീന്നാണ് കഴിച്ചണം. ആസ്പത്രിയിലൊക്കെ പോയി വന്ന് കഴിഞ്ഞാൽ പിന്നെ വല്ലാത്തൊരു
കുഴക്കും ഇതൊക്കെ കാരണം പിന്നെ എന്തൊരു പണിയെടുത്താലും അവിടെ നീങ്ങൂല കേട്ടോ. ഭയങ്കര മടിയേക്കാരം. പിന്നെ ഇതിലൊക്കെ പോയി എന്നാൽ പിന്നെ എന്തെങ്കിലും പണിയെടുക്കാൻ മടിയേക്കാരം. അപ്പം എത്ര ചോറ്റിന് വെച്ച തണീനൊക്കെ ഉണ്ടല്ലോ, വെള്ളമൊക്കെ തിളച്ച് വന്നിക്കണം. ഞാൻ അരിയൊക്കെ നല്ലോണം ഒന്ന് കജ്ജോണ്ട് 2 കജ്ജോണ്ട് ഇങ്ങനെ തിരുമ്മി കൂട്ടാം. ഇങ്ങനെ നമ്മൾ അരി നല്ലോണം തിരുമ്മി കഴിക്കണം. വെള്ളം അങ്ങോട്ട് അതിൻ്റെ പൂട്ടിയൊക്കെ പോയിട്ട് ആ വെള്ളം ഉണ്ടല്ലോ, അരി കഴിക്കണ വെള്ളം വെള്ള കളറാണ്. എന്നാൽ നമ്മളെ ചോറ്റിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അരിയൊക്കെ അതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് മുക്കി അരിൻ്റെതൊക്കെ ഒന്ന് ചുറ്റി പറന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇനി അതവിടെ കിടന്നാണ് വേഗട്ടെ കേട്ടോ ചോറൊക്കെ. അങ്ങനെ അരിയൊക്കെ ഇട്ട് നമ്മൾ ചായ അടിച്ചാൽ മടിക്കണം കേട്ടോ. അപ്പോൾ ഒരു നൂൽപുട്ട് ഇട്ട്, പിന്നെ ഒരു നൂൽപുട്ടിൻ്റെ പകുതി ഇട്ട്, പിന്നെ ഒരു ചെറുതും ഉണ്ട്. ഏറി മറിഞ്ഞാൽ 2 എണ്ണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ 2 നൂൽപുട്ടും. പിന്നെ നമ്മളെ സാനൂട്ടൻ തന്നൊരു മുട്ടക്കണ്ടും ഉണ്ട്. പിന്നെ മിന്നുട്ടി ചായ അടിച്ചപ്പോൾ ഓക്ക് മുട്ടൻ്റെ കുഞ്ചി വേണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓളെ മുട്ടൻ്റെ കുഞ്ചി നമുക്ക് തന്നിക്കണം കേട്ടോ. വെള്ളയായിട്ടും കുഞ്ചിയായിട്ടും മുട്ടൻ തേഞ്ഞ് നമുക്ക് ഇല്ലയെന്ന് കരുതി നിന്നോണ്ട് ഇപ്പോൾ മുട്ടൻ തേഞ്ഞിക്കണം കേട്ടോ. 2 കുട്ടികളും തന്നിക്കണേ. അങ്ങനെ ഇതാക്കണേ ചാറൊക്കെ പാർന്ന് നമ്മൾ ഇങ്ങനെ തിന്നാണ് കേട്ടോ. തേങ്ങ നരച്ചിട്ടില്ല കേട്ടോ. ഒന്ന് ചാറ്റിക്ക് ഇങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് പാത്രം മോളിലൊക്കെ കഴിഞ്ഞ് ഒരു കുടം വെള്ളം മുക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ ഒരു കുടം വെള്ളം മുക്കി കൊടുന്നേക്കാൻ കേട്ടോ. അപ്പം നാൾ കമൻറ്റിലുണ്ട് ഇനി എന്താ അരിപ്പച്ചിക്കണേ കുറുമ്പുണ്ടോ? കുറുമ്പുണ്ട് കേട്ടോ, നല്ല കുറുമ്പുണ്ട്. അപ്പോൾ ഞാൻ അരിപ്പ് വെച്ച് കൊടുക്കലാണ്. എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ വെള്ളമൊക്കെ കൊടുന്നേച്ച് ചോറൊക്കെ വാർത്ത് ഊറ്റി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാതും പാടെ ഞാൻ ഇതിക്ക് പോയിട്ട് എന്നാൽ തന്നെ ഒരു 10-18 മിനിറ്റ് ഉണ്ട് കേട്ടോ മക്കളെ. പിന്നെ ബീട്രൂട്ട് ഉണ്ട്, ഇനി അത് ഉപ്പേരി വെക്കണം. പിന്നെ നമ്മളെ മീൻ കടുക് പൊട്ടിച്ചു, കരിയേപ്പ് ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ അരച്ച് വെച്ച സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ, അതൊക്കെ ഇട്ടെടുത്ത് പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും പെരിഞ്ചീരകവും. ഇനി അതിക്ക് കുറച്ച് പുളിയും പറന്ന് കൊടുത്ത് കരിയേപ്പ് ഇട്ട് കൊടുത്തേക്കണേ. ഇനി അത് തിളച്ച് വന്നാൽ മീൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ മുട്ടക്കറി പറഞ്ഞ മാതിരി തന്നെ അതിൻ്റെ ഒരു മസാല തന്നെ ആണ് ഇതിക്ക്. കുറച്ച് പുളി പാർന്നു എന്നുള്ളൂ, കൊടുമ്പുളി ഇട്ടേക്കണത്. പിന്നെ അതിക്ക് മീനും കൂടിയാണ് പൊറുക്കിയിട്ടാൽ മീൻ ചാറായിട്ടാണ്. അതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയ കോഴി ഇടുകയാണെന്ന് വെച്ചെങ്കിൽ കോഴിച്ചാറും ആവും. അപ്പോൾ എല്ലാത്തിനും ഒരു മസാലയാണ്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ ഞാൻ മീനൊക്കെ അതിക്ക് പൊറുക്കിയിട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഒരു 4 മീൻ ഞാൻ അവിടെ മാറ്റി വെച്ചിക്കണേ. അത് സനുവിനും മിന്നുട്ടിക്കും ചിലപ്പം പൊരിച്ചത് മാണ്ടി വരും, ചാറ്റത്തെ മാണ്ടി വരില്ല. അപ്പം ഞാൻ ഒരു 4 പാത്ത് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മീൻചാറൊക്കെ ഇതാക്കണം വെന്തിക്കണേ. അന്ന് ചുറ്റിച്ച് കൊടുത്തപ്പോൾ ഒരു തുള്ളി പുറത്തേക്ക് ചിന്തിട്ടോ. ഇന്ന് നമുക്ക് ഇതൊക്കെ ഒന്ന് തൊട്ട് അമ്മച്ച് ചോറ് വെച്ചാന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കണത്. പിന്നെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ മക്കളെ കുറേ ചാറ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ബീട്രൂട്ടൊക്കെ നല്ലോണം ഒന്ന് തോലൊളിച്ച് വെച്ചിരിക്കണം കേട്ടോ. ഇതിൻ്റെ ഒരു കളറ് എന്തോ ഒരു ചൊറുക്കാന്നറിയോ. ചുണ്ടൊക്കെ ചോപ്പിച്ചുണ്ട്, അവർക്ക് ഇതെടുത്താൽ മതി ഇനിയാളെ ചുണ്ടൊക്കെ ചോപ്പിച്ചാൻ. വെറുതെ എന്തിനാ ലിസ്റ്റിക്കൊക്കെ വാങ്ങണത്? ലിസ്റ്റിക്കിൻ്റെ ഒന്നും ഒരു ആവശ്യമല്ല. ഞാനെന്താട്ടിന്നറിയോ, ഞാൻ കണ്ടപ്പോൾ വെച്ചൊരു പൂതിയായി. അപ്പം ഞാനൊരു കഷ്ണം എടുത്ത് കണ്ട് ഞാൻ എൻ്റെ ചുണ്ടുമ്പോൾ ഒന്ന് ഇങ്ങനെ ഒന്ന് തേച്ച് നോക്കിയിട്ടോ. നല്ല ചൊറുക്കില്ല കളറാണ്. ലിസ്റ്റിക്കൊക്കെ അവിടെ നിൽക്കുള്ളൂ. അപ്പോൾ ഉണ്ടല്ലേ ഇതിൻ്റെ ഒരു ചൊറുക്കൊക്കെ ആണെങ്കിൽ ഇതോട്ട് അരിഞ്ഞാണ് കിട്ടുമ്പോൾ എന്തോ ഒരു ചൊറുക്കാന്നറിയാം. ഇതിലിട്ട് കണ്ട് 4 വലിയാണ്ട് വലിച്ചാൽ നമ്മളെ ബീട്രൂട്ടാണ്ട് ചോപ്പ് ചെയ്ത് വെക്കും. പിന്നെ ഇതിലുണ്ടല്ലോ നമ്മൾ എന്താ ഇപ്പം ഇനി പറയാം, ചില നേരത്ത് ചിലത് പറയാൻ തന്നെ കിട്ടൂല ഞങ്ങളെ. ക്യാബേജ് അരിഞ്ഞുണ്ടല്ലോ, സാധനം കാണുന്നല്ല. ഒരു ക്യാബേജൊക്കെ അരിയും, പക്ഷേ എങ്കിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതെന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പൊടിയാടില്ല. പിന്നെ നമ്മളെ ഇത് വെക്കാൻ കടുകിട്ട് കരിയേപ്പിട്ട് പിന്നെ നമ്മളെ ബീട്രൂട്ട് ഇട്ട്. അപ്പോൾ ഓന് ചോറ് കൊണ്ടുപോകാനാകുമ്പോഴത്തേന് ഇത് വേകുമാണല്ലോ. അപ്പോൾ ഞാനൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ച് കൊടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ അതാക്കണേ എല്ലാതും അവിടെ ആയിക്കണം കേട്ടോ. ഇനി ഞാൻ കുറച്ച് തേങ്ങയും പച്ചമുളകും ചതച്ചെടുത്തുക്കണം കേട്ടോ. അതും പാടെ അതിക്ക് ഇട്ടെടുത്തു. ഇനി നമുക്കതും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി സെറ്റാക്കി എടുക്കണം. അപ്പം നാളെ ഞാൻ എന്താ ചെയ്യണത്, ഈ ചതക്കണുണ്ടല്ലോ തേങ്ങാക്കൂട്ട്, അത് ഞാൻ കടുകൊക്കെ ഇട്ട് കൊടുക്കലാണ്. ഇന്നിപ്പോൾ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഓരോ ദിവസം ഓരോ കാറ്റാണ് കേട്ടോ. അങ്ങനെ ഇടുമ്പോൾ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കാൻ രസം, ഇങ്ങനെ ഇടുമ്പോൾ വിചാരിച്ച് അങ്ങനെ രസം. ഒക്കെ കണക്ക് തന്നെയാണ് കേട്ടോ രസം. എല്ലാതും രസമുണ്ട്. നമ്മൾ വെക്കണത് നമ്മൾ തന്നെ രസം പറയാം അല്ലേ. അപ്പോൾ അങ്ങനെ ഏതായാലും അതൊക്കെ ഒന്നും കൂടി കൂട്ടി യോജിപ്പിച്ച് നമ്മൾ ഒന്നും കൂടി വേഗം വെച്ചിക്കണം കേട്ടോ.
ഇനി നമുക്ക് നമ്മളെ കുട്ടിക്ക് ചോറാക്കി കൊടുക്കാം. അപ്പം ചോറൊക്കെ വാർത്തതൊക്കെ ഞാൻ വാങ്ങി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എന്താ ഇന്നാളത്തെ പറഞ്ഞ മാതിരി എന്താ അവിടെ കോരിയില്ലേ ചിനി കോരി കൊണ്ട് വിളമ്പുമ്പോൾ വല്ലാത്തൊരു ഗതിയാടാ. ഈ ഒരു സാസർ കൊണ്ടാണ് എന്താ കോരിയിട്ടാന്നല്ല 2 സാസർ ചോറിട്ടാൽ മതിയാവും കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിത് എടുക്കണത്. ഒരു കോരിയാകുമ്പോൾ കുറച്ച് കോരും തുള്ളിച്ചേക്കാരം. ഇതാകുമ്പോൾ 2 കോരിയാണ് കോരിക്കഴിഞ്ഞാൽ പാകത്തിനില്ല ചോറാവും കേട്ടോ. അപ്പം നിങ്ങളെഴുതും എനിക്ക് തികയില്ലല്ലേ, അതുകൊണ്ടൊന്നല്ല കേട്ടോ, അതാണ് സുഖം. ഇന്നതാക്കണം ഞാൻ ഓന് മീനാക്കി കൊടുത്തിക്കണം, ചാറും ആക്കിക്കണം കേട്ടോ. അപ്പോൾ ഉപ്പേരി ആകാത്തതുകൊണ്ട് തന്നെ മാണ്ടാറിഞ്ഞ് അപ്പോൾ നിൽക്കടാ ഇപ്പം തരും പറഞ്ഞ് ഞാനതെല്ലാം പിടിച്ച് നിർത്തിക്കണം കേട്ടോ. ഇനി അയക്കിടണ്ട മാറണം ഞാൻ പറഞ്ഞാൽ വേറെ പാത്രത്തൊക്കെ ആക്കി തരാറിന് ഞാൻ എന്താട്ടി ഒന്നുകൂടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഉണ്ടാക്കി വെച്ചിട്ട് കൊണ്ടുപോകാഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിക്ക് വല്ലാത്തൊരു പൊറുതിയേടാണ് കേട്ടോ. ഞാൻ വെന്തുക്കണോ നോക്കി വെന്തിട്ട് അപ്പോൾ ഞാൻ നമ്മളെ സാനൂട്ടൻ്റെ കൂട്ടാൻ പാത്രം ഉണ്ട്, ഇനി അയക്കൊരു തുള്ളി ആക്കിയിട്ട് പോകാൻ ഒരുങ്ങി മൂപ്പര് വണ്ടിമേലൊക്കെ കയറിക്കണം. ഞാൻ വണ്ടി കൊണ്ടുപോയി കൊടുത്തിക്കണം കേട്ടോ. കൊണ്ടുപോയിക്കോ വെച്ച് കഴിഞ്ഞ് കൊണ്ടാകാഞ്ഞാൽ പിന്നെ വല്ലാത്തൊരു പൊറുതിയേടാണേ. അപ്പോൾ ഞാൻ വണ്ടി കൊണ്ടുപോയി കൊടുത്ത് ഏതായാലും അതും കൊണ്ട് പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓൻ പോയിട്ടാ. പിന്നെ ഞാൻ അടുപ്പും വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അടിച്ചലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ചോറും കൂട്ടാനും അതും കഴിഞ്ഞ് 10 മണിയായപ്പോഴത്തേന് ഒക്കെ റെഡിയായി നമ്മൾ ആസ്പത്രിയിലേക്കും പോയിട്ടാണ്. അങ്ങനെ സനുവിന് ചെറുതായിട്ടൊരു പനിയും കൊരയുണ്ട്. അപ്പോൾ അതൊന്ന് കാട്ടാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ ഡോക്ടറെ കാട്ടാൻ വേണ്ടി നമ്മൾ പോകാൻ കേട്ടോ. ഷീട്ടും കാര്യങ്ങളൊക്കെ എടുത്തിന്. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ കാത്തിക്കാണ് ഡോക്ടറെ കാണാനും വേണ്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറെയൊക്കെ കാട്ടി പുറത്ത് പോകുന്നതാണ് കേട്ടോ. ഗുളികയൊക്കെ അതും കിട്ടി, കുരക്കില്ല മരുന്ന് പുറത്തേക്കും എഴുതി. അപ്പോൾ അതും വാങ്ങണം. പിന്നെ സോപ്പില്ല, കോൾഗേറ്റില്ല, അതൊക്കെ ഒന്നും വാങ്ങണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആസ്പത്രിയിൽ നിന്ന് പോന്നു കേട്ടോ. നേരം വെളുക്കുമ്പോൾ തന്നെ ആയതുകൊണ്ട് തന്നെ 10 ആയപ്പോൾ തന്നെ ആൾ തിരക്കഴിഞ്ഞിട്ടോ, അല്ല തിരക്കില്ലായിട്ടോ. പിന്നെ അവിടെ ഒരു പൈപ്പ് ഉണ്ട് കേട്ടോ, നമ്മളെ പണ്ട് കാലത്തെ പൈപ്പില്ലേ, അങ്ങനെ പൊന്തിച്ചും താത്തിയും കൊടുക്കണേ ആ ഒരു പൈപ്പുണ്ട്. അപ്പോൾ സനുവിന് ഭയങ്കര സന്തോഷം. അപ്പോൾ അതൊന്നാക്കി അതിന് കുറച്ച് വെള്ളമൊക്കെ മൂപ്പര് മോറൊക്കെയും കുടിച്ചൊക്കെ ചെയ്ത്. അപ്പോൾ അതാക്കണേ സോപ്പും പിന്നെ കോൾഗേറ്റും വാങ്ങിയിരിക്കണം കേട്ടോ. ഞാൻ അപ്പോൾ ചെറിയ കോൾഗേറ്റാണ് വാങ്ങിക്കണത്. വലിയ കോൾഗേറ്റ് വാങ്ങി എന്താണെന്നറിയാം അങ്ങനെ പീച്ചി കളിച്ചുകൊണ്ട് കിട്ടും, മാണ്ടെങ്കിലും അങ്ങനെ പീച്ചു. അപ്പോൾ ചെറുതായാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, കഴിഞ്ഞിട്ട് വാങ്ങാമല്ലോ. പിന്നെ ഓന് കുരക്കില്ല മരുന്ന് പുറത്തുനിന്ന് വാങ്ങി. പിന്നെ ജലദോഷത്തിനൊരു ഗുളികയും പാരസിറ്റമോളും തന്നിട്ടോ. അങ്ങനെ ഇതാക്കണേ വെച്ചുകൊണ്ട് നിന്നാൽ ചിലപ്പം കൂടും, ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ കഫക്കെട്ടൊക്കെ കൂടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കൊണ്ടുവരാം. പിന്നെ മീറാജല്ലേ, അതുകൊണ്ട് നമ്മൾ എന്താട്ടി കുറച്ച് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ മീറാജിന് പണ്ടില്ലേ മുതലേ എല്ലാവരും ഇതാണ് മീറാജിൻ്റെ അന്ന് എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു പതിവിക്കൊല്ലം തെറ്റിച്ചിട്ടില്ല, എന്തെങ്കിലുമൊക്കെ ഒരു മധുരം ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ നമ്മളെ മക്കൾക്ക് കൊടുക്കണം. അത് ഇഞ്ച ആയാലും ഉണ്ടായിനി, ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിനി കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പതിവ് തെറ്റിച്ചിട്ടില്ല. ഇപ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണേ. ഞാൻ പഴംപൊരിക്കൊക്കെ രാവിലെ മാവ് ഇട്ടിച്ച് പിന്നെ വൈകുന്നേരം പൊരിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാനിനി പുതിയ വീഡിയോ ആയിട്ട് നാളെ വരണ്ട്. എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു.